ഹലോ, തൃശ്ശൂർ ഫുഡ്സിൻ്റെ പാൻ കേക്ക് എപ്പിസോഡിലോട്ട് സ്വാഗതം. ആദ്യമായിട്ട് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓട്സ് ആപ്പിൾ പാൻ കേക്ക്, റാഗി ബനാന പാൻ കേക്ക് ആൻഡ് ബ്രൊക്കോളി റൈസ് പാൻ കേക്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ ടൈം കളയണില്ല, നമ്മുടെ ആപ്പിൾ ഓട്സ് പാൻ കേക്കിലോട്ട് പോവാം. എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ആപ്പിൾ നന്നായി കഴുകി നമ്മുടെ ഗ്രേറ്ററിൽ നന്നായി ഗ്രേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ വലിയ ഗ്രേറ്ററാണ് കേട്ടോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്. ചെറുത് വേണമെങ്കിലും ചെറുത് യൂസ് ചെയ്യാം. അതിനുശേഷം ഒരു മുട്ട എടുത്തിട്ട് ജാഗരി ആഡ് ചെയ്ത് വാനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിലോട്ട് ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇൻസ്റ്റൻറ്റ് ഓട്സും യൂസ് ചെയ്യാം, കുഴപ്പമില്ല, ഓട്സ് ആയാൽ മതി. പൊടിക്കരുത്, ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ചേർക്കണേ. അതിനുശേഷം നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ആപ്പിളും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആപ്പിൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ആ ഒരു ടൈമിൽ ഇടാം, അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഈ നമ്മുടെ മിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഈ കളർ മാറുന്ന ഒരു പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റെസ്റ്റിങ്. ഒരു 1 ഹവറെങ്കിലും നമ്മൾ ആ ഓട്സൊക്കെ ഒന്ന് സോക്കാവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചേ പറ്റൂ. അതിനുശേഷം ഈ ഉണ്ടാക്കുന്നതിനേക്കാളും പാൻ കേക്ക് ഉണ്ടാക്കുന്നതിനേക്കാൾ മുന്നേ ജസ്റ്റ് ഒരു 1/2 ടേബിൾ സ്പൂൺ വീറ്റ് ഫ്ലവറും കൂടി ആഡ് ചെയ്യുക. ഗോതമ്പ് പൊടി കൂടി ആഡ് ചെയ്ത കൺസിസ്റ്റൻസി ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഒരു തവയിലോട്ട് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ ചെറിയ ചെറിയ പാൻ കേക്ക്സ് ആയിട്ട് ഉണ്ടാക്കാം. വലുതായിട്ടും ഉണ്ടാക്കാം, പക്ഷേ ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടി ഹാൻഡിയാണ് കഴിക്കാനായിട്ട്. പിന്നെ ഈ ഒരു പാൻ കേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കുറേ നമുക്ക് ചൂസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ടീത്തിങ് പ്രോബ്ലംസ് ഉള്ള കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് ഉണ്ടാവുമല്ലോ, അങ്ങനെ ചൂസ് ചെയ്ത് ടേസ്റ്റ് മനസ്സിലാക്കാനും മീൽ ടൈം കുറച്ചും കൂടി എൻജോയ് ചെയ്യാനും ഒക്കെ ഈ ഒരു പാൻ കേക്ക് വാവന്മാരെ കുറേ ഹെൽപ്പ് ചെയ്യും. വാവന്മാരുടെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കും കൂടിയാണ്. ടിഫിനായിട്ട് കൊടുക്കാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ആപ്പിൾ ഓട്സ് പാൻ കേക്ക് എന്തായാലും ട്രൈ ചെയ്യണം. ഇതൊരു മസ്റ്റ് ട്രൈ പാൻ കേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോൻ്റെ ആദ്യം തന്നെ ഈ പാൻ കേക്ക് ആഡ് ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ റാഗി ബനാന പാൻ കേക്കാണ്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് ബനാന ആഡ് ചെയ്യുക, പാൽ ആഡ് ചെയ്യുക. ബനാന നമുക്ക് ഫ്രോസൺ ആക്കിയിട്ട് സൂക്ഷിച്ച് വയ്ക്കാം. അപ്പോൾ അത് ഏത് നേരം ഇച്ചിരി ഒരു റാഗി പൗഡർ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പെട്ടെന്ന് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പാൻ കേക്ക്. അങ്ങനെ ബനാന, മിൽക്ക്, ജാഗരി, കാർഡമൻ, സോൾട്ട്, അതുപോലെ തന്നെ നമ്മുടെ റാഗി പൗഡർ ജസ്റ്റ് നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ചേർത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. സ്പ്രൗട്ടഡ് റാഗി ആണെങ്കിൽ നമ്മൾക്കിങ്ങനെ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സ്പ്രൗട്ടഡ് റാഗി ആണെങ്കിൽ റോസ്റ്റ് ചെയ്യാണ്ടാണ് പൊടിച്ചിട്ട് ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് തവയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പാൻ കേക്ക് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ഡൈജഷൻ അത് വാവന്മാരുടെ ഹെൽപ്പ് ചെയ്യും. ദെൻ ദ സെയിം പ്രൊസീജിയർ, തവ ചൂടാക്കുക, ഗീ അപ്ലൈ ചെയ്യുക, ചെറിയ ചെറിയ പാൻ കേക്ക്സ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഈ ഒരു തവയിൽ, നമ്മൾ കാസ്റ്റ് അയണിൻ്റെ തവയിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ കുറച്ചധികം ഗീ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മെരുക്കുക എന്ന് പറയില്ലേ തവേന, അത് ചെയ്തിട്ട് ചെയ്യുക. കാരണം ബനാന നമ്മുടെ ഇച്ചിരി അടി പിടിപ്പിക്കും പാൻ കേക്ക്സിന്. അതിൻ്റെ ബനാനയുടെ എമൗണ്ട് കുറച്ച് കുറയേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം അതൊന്ന് മൈൻഡിൽ വെച്ച് സെയിം പ്രൊസീജിയർ തന്നെ ബാറ്റർ ഒഴിക്കുക, സ്മോൾ ബാച്ചസ് ആയിട്ട് ഒഴിക്കുക, ഫ്ലിപ്പ് ചെയ്യുക, 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്യുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടോപ്പിങ്സ് വെച്ചിട്ട് നമുക്കത് സെർവ് ചെയ്യാം. ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇതും ഒരു നല്ല അടിപൊളി ഓപ്ഷനാണ് ബ്രേക്ക്ഫാസ്റ്റിന്. അടുത്തൊരു ഓപ്ഷൻ ഇച്ചിരി ഡിഫറെൻ്റ് ആണ്. ഇത് ബ്രൊക്കോളി റൈസ് പാൻ കേക്കാണ്. അപ്പോൾ ഇതൊരു ലഞ്ച് ഓപ്ഷൻ കൂടിയാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ അധികം കൊടുക്കാറില്ല. ഞാൻ ടിഫിനിലും അതുപോലെ തന്നെ ലഞ്ച് അല്ലെങ്കിൽ ഡിന്നറാണ് ഞാൻ കൊടുക്കാറ് ഈ ഒരു പാൻ കേക്ക്സ്. അത് അവർ കഴിക്കുന്നില്ല അല്ലെങ്കിൽ കുറച്ച് ഹെവി ഫുഡാണ് ഫസ്റ്റ് മീലിന് കഴിച്ചെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പാൻ കേക്ക് മോഡലാകുമ്പോൾ ദേ വിൽ ഓൾസോ എൻജോയ് ഇറ്റ്. അപ്പോൾ ഇതിലോട്ട് ആവശ്യമായിട്ട് നമ്മളുടെ ഫുഡ് പ്രോസസ്സർ അല്ലെങ്കിൽ
വെജിറ്റബിൾ ചോപ്പറില്ലേ അതിലാണ് ഞാനിത് ആഡ് ചെയ്യുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ബ്രൊക്കോളി ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കുക, അത് മാറ്റി വയ്ക്കുക ചൂടാറ്റിയതിന് ശേഷം. പിന്നെ ഇതിലോട്ട് കാണിച്ചിരിക്കുന്നത് പോലെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു, അതിലോട്ട് റൈസ് ഇട്ടു, ബ്രൊക്കോളി ഇട്ടു, ചീസ്, പെപ്പർ, സോൾട്ട്, അത്രയേ ഉള്ളൂ. മിക്സ് ചെയ്യുക, ഒഴിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൊക്കോളി റൈസ് പാൻ കേക്ക്. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ഒരു വേറെ ഫ്ലേവറാണ് ഇതിന് തന്നെ. വെജിറ്റബിൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ഇത് എന്തായാലും തിന്നും. അപ്പോൾ അത്രയേ ഉള്ളൂ, എല്ലാവരും ട്രൈ ചെയ്യുക.